ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമ്മുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോ തയ്യാറാക്കിയിട്ട് എടുക്കണം, അതായത് ഒരു മാവ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് 1.5 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ കറുത്ത എള്ളാണ് കേട്ടോ ചേർക്കുന്നത്, അതായത് ബ്ലാക്ക് സെസമി സീഡ്സ് ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, അതുകൊണ്ട് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതിന് നല്ലൊരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നതൊക്കെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഓയിൽ ചേർത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളിത് ചെയ്തിട്ട് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തതാണ്. ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും തന്നെ പീസസ് ഒന്നും ഇല്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 6-7 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് സ്റ്റീമൊക്കെ പോയിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്, അതായത് നമ്മുടെ വറ്റൽമുളകില്ല അത് ക്രഷ് ചെയ്തെടുത്തതാണ് റെഡ് ചില്ലി ഫ്ലേക്സ്. അതൊരു 3/4 ടീസ്പൂൺ, അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ക്യൂമിൻ പൗഡറാണ്, അതായത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്താണ് ചേർക്കുന്നത്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളിയും രണ്ടും കൂടെ നല്ല പോലെ പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പം അതിനകത്തുള്ള ഒരു മോയ്സ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ വേവിച്ച സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വളരെ പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ മല്ലിയില കയ്യിലില്ലെങ്കിൽ കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി അത്യാവശ്യം എരിവോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇത് ടേസ്റ്റ്. ഇപ്പം ഞാനിവിടെ മക്കൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പച്ചമുളകോ അതല്ലെങ്കിൽ എരിവിന് ചേർക്കുന്ന റെഡ് ചില്ലി ഫ്ലേക്സോ പെപ്പർ പൗഡറോ എല്ലാം ഒന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നനവും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഇതൊക്കെ കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിന്നും ഒരു പോർഷൻ കയ്യിലെടുത്തിട്ട് നമ്മുടെ കൈ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക, ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേ കട്ടിക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ബാക്കിയുള്ളതും കൂടെ വെച്ചിട്ട് ഈ ഒരു സെയിം സൈസിൽ കട്ടിയിലൊക്കെ എങ്ങാണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് എങ്കിൽ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളെല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുഞ്ഞു ബൗളിൽ ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മളിത് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മൈദയുടെ ഈ ഒരു പേസ്റ്റ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ആണ്. ഇതൊന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളൊരു 10-15 മിനിറ്റോളമായി നമ്മളത് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് പരത്തിയെടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. ഇത്രയൊന്നും വേണ്ട കേട്ടോ, അത് കുറച്ച് കൂടിപ്പോയി, വളരെ കുറച്ച് മതി. രണ്ട് വശത്തും ചെറുതായിട്ടൊന്ന് പൊടി തൂവി കൊടുത്താൽ മതി നമുക്ക് പരത്തിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി നമ്മൾ നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് പരത്തിയിട്ട് എടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിലല്ല കേട്ടോ പരത്തിയെടുക്കുന്നത്, ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക. 4 വശവും ഒരേ രീതിയിൽ അങ്ങനെ കനം കുറഞ്ഞ് പരത്തിയിട്ട് എടുക്കണം. കുറച്ച് കട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഷീറ്റ് തന്നെ നല്ല ഹാർഡായിട്ട് ഇരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കനം കുറഞ്ഞ് പരത്തിയിട്ട് എടുക്കുക. അത് ഞാനത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് എല്ലാ വശവും ഒരേ തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. എത്ര തിക്നെസ്സേ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതായത് എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പൊട്ടാറ്റോ നമ്മൾ റോൾ റെഡിയാക്കി വെച്ചില്ല, അത് വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ എക്സസ് ആയിട്ട് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊട്ടാറ്റോ റോള് പ്ലേസ് ചെയ്തിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള സൈസിൽ ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ പിസ്സ കട്ടർ വെച്ചിട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഷീറ്റിൽ നിന്നും നമുക്ക് 4 പൊട്ടാറ്റോ റോൾ ചെയ്യാനുള്ള ഷീറ്റ് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും. അത് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ശരിയാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു എൻഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഓയിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ പൊട്ടാറ്റോ റോൾ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേ മുഴുവനായിട്ടും പൊട്ടാറ്റോ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷീറ്റിൽ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിൽ നിന്ന് നമുക്കൊരു 13ഓളം പൊട്ടാറ്റോ റോൾ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളത് ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ പ്ലേസ് ചെയ്യണ്ട കേട്ടോ, അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും ഷേപ്പ് ശരിയാക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിലിന് അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ, ഓയിൽ ഇങ്ങനെ ചൂട് കുറഞ്ഞിട്ടിരിക്കരുത്. നല്ല ചൂടോട് കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഓയിലിലേക്ക് ഓരോ ബാച്ചായിട്ട് നമ്മുടെ പൊട്ടാറ്റോ റോള് ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒത്തിരി ഓയിലിന് ചൂട് കൂടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് പൊട്ടാറ്റോ റോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇത് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഇതേ രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്തേക്ക് ഓയിൽ പിടിക്കും. മാത്രമല്ല ഷീറ്റ് ഇങ്ങനെ വിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉരുളക്കിഴങ്ങ് കയ്യിലുണ്ടെങ്കിൽ എളുപ്പം ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്യുന്നവർ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാൻ മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.